ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ കാണാതായ ഉറ്റവരെ തേടി മണ്ണിനടിയിലും ആശുപത്രി വരാന്തകളിലും അലയുകയാണ് മനുഷ്യർ. ഒരു നാടിനെ മുഴുവൻ ഉലച്ച ദുരന്തത്തിൽ മരണം 300-നടുത്തേക്ക് നീങ്ങുകയാണ്. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം ആളുകളെയാണ്. 4-ാം ദിനവും ദുരന്തമുഖത്ത് രക്ഷാദൗത്യം തുടരുകയാണ്. ഇന്നലെ ഏറ്റവും ആശ്വാസമായത് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. അതോടെ രക്ഷാദൗത്യത്തിന് കൂടുതൽ വേഗത കൈവരുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 6-6:30 കൂടിയാണ് ബേലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം പൂർത്തിയാക്കിയത്. അതിനുശേഷം ആ പാലത്തിന്റെ ബലം ഉറപ്പിക്കാൻ വേണ്ടി ആദ്യം സൈന്യത്തിന്റെ വാഹനം തന്നെയാണ് കടത്തിവിട്ടത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അതൊക്കെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എത്രയോ വീടുകൾ, മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 270 വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ അവശേഷിക്കുന്നത് 25-ൽ താഴെ മാത്രം വീടുകളാണ് അവശേഷിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ളത് 25 വീടുകളാണ്. ബാക്കി ഏകദേശം 250ഓളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം കാണാതായിട്ടുണ്ട്. കാണാതായ വീടുകൾ മണ്ണിനടിയിലാണ്, പാറക്കഷ്ണങ്ങൾക്കടിയിലാണ്, ചെളിക്കടിയിലാണ്. അതെല്ലാം നീക്കി അതിനുള്ളിലുള്ള മനുഷ്യരെ, അതിനുള്ളിലുണ്ടെങ്കിൽ ആ മനുഷ്യരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് ബേലി പാലത്തിലൂടെ JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ചൂരൽമലയിൽ നിന്ന് അകത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കും അതോടൊപ്പം അട്ടമലയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കും ഈ 3 സ്ഥലത്തേക്കും പോകും. കൂടുതൽ ഇത്രയും ദിവസം 3 ദിവസവും മനുഷ്യസാധ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് കൂടുതൽ യന്ത്രോപകരണങ്ങൾ തെരച്ചിലിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും വലിയ സങ്കട കാഴ്ച നമ്മൾ ചൂരൽമലയിൽ കണ്ടത് ഒരു മൃതദേഹം കണ്ടെത്തുന്നു മുണ്ടക്കൈയിൽ. പക്ഷേ അത് തിരിച്ച് ചൂരൽമലയിലേക്ക് എത്തിക്കാനുള്ള പ്രയാസം, അത് വടത്തിൽ കെട്ടി ഒക്കെ താഴെ ഇറക്കുകയായിരുന്നു. പക്ഷേ ഈ ബേലി പാലം നിർമ്മിച്ചതോടെ മൃതദേഹങ്ങളൊക്കെ ആ പാലത്തിലൂടെ, ആംബുലൻസുകൾ ഏകദേശം 30ഓളം ആംബുലൻസുകൾ ബേലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പുറപ്പെടും. ഇന്ന് രാവിലെ അതിലൂടെ മൃതദേഹങ്ങളും മറുകരയിലേക്ക് എത്തിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. പല ആളുകളും ഈ അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്നും പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് അതെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ള, അതായത് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതായത് വടക്കൻ കേരളം ജില്ലകളിലും യെല്ലോ അലേർട്ടുള്ള തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പാലക്കാട് ജില്ലയിൽ +2 വരെയുള്ള ക്ലാസുകൾക്കാണ് അവധിയുള്ളത്. കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. മറ്റ് 6 ജില്ലകളിലുമുള്ള അംഗനവാടികൾ, ട്യൂഷൻ ക്ലാസുകൾ, മദ്രസകൾ, കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി നൽകിയിട്ടുള്ളത്. പോരാത്തതിന് എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ സ്കൂളുകളിൽ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും അവധി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലെ ഒരു പൊതു സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 4-ാം ദിവസമാണ്. ആ 4-ാം ദിവസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ യന്ത്രോപകരണങ്ങൾ അവിടേക്ക് എത്തും. മുണ്ടക്കൈയിലേക്കും ചൂരൽമലയുടെ പല ഭാഗങ്ങളിലേക്കും എത്തും എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസം പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പം വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരും. ഇന്നലെ വൈകിട്ടോട് കണ്ടൊരു സങ്കട കാഴ്ച എന്ന് പറയുന്നത്, ചൂരൽമലയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടുകയറിയപ്പോൾ ശാന്തയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും ആദ്യം കണ്ടെത്തുന്നു. അവശരായിരുന്നു. ഏറാട്ടുകണ്ട് ഊരിലാണ് ശാന്തയുടെ വീട്. ഉൾക്കാട്ടിലെ കുന്നിൻ മുകളിൽ ഭർത്താവ് കൃഷ്ണനും 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് കാടും മലയും താണ്ടി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ കുഞ്ഞുങ്ങളെ തിരഞ്ഞുപോയി. കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ ആഷിഫ് കോളോത്ത്, മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ, കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ K അനിൽകുമാർ, കൽപ്പറ്റ RRT അംഗം അനൂപ് തോമസ്, ഇവരാണ് മനുഷ്യത്വം മറന്നു പോവാത്ത ആ മനുഷ്യർ.